എമ്പുരാന്റെ വെട്ടെന്തിനു വേണ്ടി ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ ബി റജി, ഇവിടെ നമുക്കറിയാം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷേ പിന്നീട് ആ ഹൈപ്പിനനുസരിച്ചുള്ള സിനിമ വന്നോ എന്ന ചോദ്യം പല പ്രേക്ഷകരും ഉയർത്തുന്ന കണ്ടു. രണ്ട് അഭിപ്രായം ഉണ്ടായിരുന്നു. നല്ല മേക്കിംഗ് ആണ്, നല്ല സിനിമയാണ്, ആളുകൾ എല്ലാവരും കാണണം എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്. പക്ഷേ എമ്പുരാൻ അത്രയും എത്തിയില്ല, ഈ നമ്മുടെ നേരത്തെയുള്ള ലൂസിഫർ അത്ര എത്തിയില്ല, മോഹൻലാലിനെ അത്തരത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെയുള്ള പരാമർശങ്ങളൊക്കെ വന്നു. അങ്ങനെ ഈ പറഞ്ഞതുപോലെ അതിനുശേഷമാണ് ഈ സിനിമയുടെ രാഷ്ട്രീയം കൂടി ചർച്ചയാകുന്നത്. ആ രാഷ്ട്രീയത്തിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, വില്ലൻ്റെ പേരിന് പ്രത്യേകതയുണ്ട്, അത് ഒരു വിഭാഗത്തെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധി വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ആകപ്പാടെ പരിഭ്രാന്തരായ, അല്ലെങ്കിൽ ആകപ്പാടെ ഒരു ആശയക്കുഴപ്പത്തിലായ സിനിമാ പ്രവർത്തകരുടെ ഒരു ഭയത്തിൽ നിന്നാണോ ഇപ്പോൾ ഈ 17 കട്ടിലേക്ക് എത്തിയിരിക്കുന്നത്? ശ്രീ രഞ്ജിത്ത്, ഇത് ഈ സിനിമയ്ക്കെതിരെ ഉണ്ടാകുന്ന ഒരു പ്രചരണം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയുടെ ഒരു പ്രതീകവും ഒരു ബഹിർസ്ഫുരണവുമായിട്ടാണ് ഇതിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. രാഷ്ട്രീയമായിട്ടൊരു വിവേചനം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ സംഘപരിവാർ ആശയങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന കലാമൂല്യമുള്ള വസ്തുക്കളെ പ്രദർശിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുന്ന ചില കോർണറുകളിൽ നിന്നുള്ള ഒരു സമീപനം, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രചരണ അല്ലെങ്കിൽ ഒരു പ്രതിഫലനമായിട്ടാണ് നമുക്കിതിനെ കാണുവാൻ കഴിയുന്നത്. നോക്കൂ, നമ്മളെ സിനിമയായിട്ട് കാണുവാനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുവാനും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുവാനും ഉള്ള ഒരു മനസ്സും അതിനുള്ള ഒരു സാംസ്കാരികമായ ഒരു നിലവാരവുമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത്, കേരളത്തിൽ പ്രത്യേകിച്ച് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു സിനിമയായി വിലയിരുത്താതെ അതിലെ രാഷ്ട്രീയത്തെ ചികഞ്ഞു പോക്കിക്കൊണ്ട് അതിൽ ഒരു വർഗീയമായിട്ടും സങ്കുചിതമായിട്ടും ഒരു ചേരുവതിരിവ് സൃഷ്ടിക്കുവാനുള്ള ചില കേന്ദ്രങ്ങളുടെ, പ്രത്യേകിച്ച് സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നുള്ള ചേരുവതിരിവ് സൃഷ്ടിക്കുവാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം ഇവിടെ നടക്കുന്നുവെന്ന് നമുക്ക് കാണാം. നോക്കൂ, സിനിമ അതിൻ്റെ പ്രമേയം സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളെ ഉൾപ്പെടുത്തുന്നുണ്ടാവും. ചരിത്ര സംഭവങ്ങൾ സിനിമയ്ക്ക് അടിസ്ഥാനമായി കഥാതന്തുവായി ഉപയോഗപ്പെടുത്തും. അതുപോലെ രാഷ്ട്രീയ സംഭവങ്ങൾ സിനിമയ്ക്ക് കഥാതന്തുവായി രൂപപ്പെടാറുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ അത് ചരിത്രത്തെ നിഷേധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ടോ അല്ല ഇവിടെ ചെയ്യുന്നത്. ഇവിടെ 2002 ഗോദ്ര സംഭവം ഉണ്ടായില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇത് ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളെ ഞങ്ങൾക്കിഷ്ടമില്ല, അതുകൊണ്ട് നിങ്ങളാരും കാണണ്ട എന്ന ഒരു ഫാസിസ്റ്റ് പ്രവണതയിലേക്ക് നമ്മുടെ രാജ്യം, നമ്മുടെ ജനാധിപത്യ രാജ്യം പോകുന്നു എന്നുള്ള ഒരു അപകടകരമായ ഒരു സ്ഥിതിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നോക്കൂ, നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്, നമുക്കിവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, നമുക്കിവിടെ പൗരന് മൗലികാവകാശങ്ങളുണ്ട്, സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു, നമുക്ക് സ്വതന്ത്രമായി അഭിപ്രായ പ്രകടനം നടത്തുവാനുള്ള സാഹചര്യം, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് സംഭാവന ചെയ്തിരിക്കുന്നത്. സുദീർഘമായ ഒരു സ്വാതന്ത്ര്യ സമര പരമ്പരയുടെ അടിസ്ഥാനത്തിലാണ് നാം ആ സ്വാതന്ത്ര്യം കൈവരിച്ചത്. പക്ഷേ വർദ്ധിച്ചു വരുന്ന ഈ ഒരു അസഹിഷ്ണുത നമ്മുടെ സമൂഹത്തെ, നമ്മുടെ രാജ്യത്തെ ഏത് ദിക്കിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളത് നമ്മൾ വിചിന്തനം ചെയ്യേണ്ട ഒരു ഘട്ടമാണ്. നമ്മുടെ ജനാധിപത്യം ഏത് ദിക്കിലേക്ക് പോകുന്നു? ഒരു കലാമൂല്യമുള്ള ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായ ഒരു സിനിമ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വരുമ്പോൾ അതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വസ്തുതകളുണ്ട് എന്ന് പറയുന്ന ഇതേ കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടില്ല. അതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. കേരള സ്റ്റോറിയും സിനിമയും അന്ന് ചർച്ച ചെയ്യപ്പെട്ടതാണ്. പക്ഷേ വലിയൊരു വിഭാഗം ഈ പറഞ്ഞ പോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല അന്ന് ചർച്ച ചെയ്തത് കൂടി ചേർത്ത് വെക്കണം. അന്ന് കേരള സ്റ്റോറി ഇറങ്ങുമ്പോൾ ആ സിനിമയെ കലാമൂല്യമുള്ള സിനിമയാണെന്നും നിർബന്ധമായും കേരളത്തിൽ അതിനെ പ്രദർശിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടതിൻ്റെ പിന്നിലാരായിരുന്നു? അന്ന് BJPയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ നദ്ദ, അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യത്തിലല്ലേ, നേതൃത്വത്തിലല്ലേ ബാംഗ്ലൂരിലെ സിനിമ നടന്നത്? നമ്മുടെ ദൂരദർശൻ അത് കാണിച്ചിരുന്നില്ലേ? അപ്പോൾ അതിനെ നിരോധിക്കണമെന്ന് പല ഭാഗത്തു നിന്നും ആവശ്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ നമ്മുടെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ആ ആവശ്യത്തെ നിരാകരിച്ചത് കണ്ടിരുന്നില്ലേ? ഇപ്പോൾ തന്നെ റീസെൻ്റായിട്ട് തന്നെ നമ്മുടെ രാജ്യത്തെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടസ്സം വരുത്തുന്ന ചില കാര്യങ്ങളിൽ കോടതി ശക്തമായി എതിർപ്പ് പറഞ്ഞുകൊണ്ടുള്ള വിധിന്യായങ്ങൾ റീസെൻ്റായിട്ട് തന്നെ വന്നിട്ടുള്ളത് നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ ഇത് സംഘപരിവാറിന് ഒരു അജണ്ടയുണ്ട്. നോക്കൂ, ദ വാട്ടർ എന്ന ദീപ മേത്തയുടെ ചിത്രം അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ഗംഗയുടെ തീരത്ത് 2000-ഓളം വരുന്ന സംഘപരിവാർ സംഘടനകൾ ആ ഷൂട്ടിംഗ് സൈറ്റിൽ അതിക്രമിച്ച് കയറി അത് ചിഹ്നഭിന്നമാക്കിയ കഥ അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ വാർത്തകളിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആ തിരക്കഥ RSSൻ്റെ ദേശീയ അധ്യക്ഷന് മുമ്പാകെ അത് കാണിക്കുകയും അദ്ദേഹം അത് തിരക്കഥ മാറ്റി എഴുതാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്ന് ദീപ മേത്തയുടെ മകൾ എഴുതിയ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തന്നെയാണ്
ഫാസിസ്റ്റ് ആയിട്ടുള്ള ഹിറ്റ്ലർ അന്ന് ജർമ്മനിയിൽ പ്രയോഗിച്ചിരുന്നത്. അതായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ, എതിരഭിപ്രായത്തെ തമസ്കരിക്കുക, അതിനെ അംഗീകരിക്കാതിരിക്കുക. ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് നമ്മൾ എതിരഭിപ്രായത്തെ കേൾക്കണം, നമ്മൾ മറ്റൊരാൾ പറയുന്നതിനെ കേൾക്കണം, നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചു കൊടുക്കണം. പക്ഷേ ഈ ഫാസിസ്റ്റ് ടെൻഡൻസി കൂടുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തമസ്കരിക്കുന്ന, നിരാകരിക്കുന്ന, അതിനെ അംഗീകരിക്കാതിരിക്കുന്ന ഒരു സമീപനം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നു. നോക്കൂ, നമ്മുടെ ജനാധിപത്യ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ കാണുന്നില്ലേ? പാർലമെന്റിൽ യഥാവിധി ചർച്ച നടക്കാതിരിക്കുന്നു. പല സംഭവങ്ങളെ സംബന്ധിച്ചും രാജ്യത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പാർലമെന്റ് അത് അനുവദിക്കുന്നില്ല, പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ഒരു ഗ്രോവിങ് ഇൻടോളറൻസ് നമ്മുടെ സമൂഹത്തിൽ രൂഢമൂലമാകുന്നു. അത് ഏത് രംഗത്തും നമുക്ക് കാണാൻ കഴിയും. കാരണം 10 വർഷത്തെ BJPയുടെ ഭരണത്തിൽ നിന്ന് നമ്മുടെ ഇത്തരത്തിലുള്ള സംഘപരിവാർ ശക്തികൾ ശക്തി പ്രാപിച്ചുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തെ കടിഞ്ഞാടിടുവാൻ ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് നമുക്ക് ഈ സംഭവത്തെ കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ നോക്കണം. ഇവിടെ ഒരു വസ്തു, ഒരു കലാമൂല്യമുള്ള ഒരു സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ പ്രേക്ഷകരാണ് അത് നിശ്ചയിക്കുന്നത്. അത് കലാമൂല്യമുണ്ടോ, അത് വസ്തുതാവിരുദ്ധമാണോ, അവരതിനെ സ്വീകരിക്കുന്നത് നോക്കിയാണ് നിൽക്കേണ്ടത്. അല്ലാതെ അതിനെ ബഹിഷ്കരിക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണെന്നോ, ഞങ്ങളുടെ തത്വചിന്തകൾക്ക് എതിരാണ് അതുകൊണ്ട് ഇവിടെ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല പറഞ്ഞില്ല, പ്രദർശിപ്പിക്കാൻ അനുവദിക്കരുതെന്ന് ആരും പറഞ്ഞില്ല, ബഹിഷ്കരിക്കാനും ആരും പറഞ്ഞില്ല. അത് വേറൊരു വിഷയം. ശ്രീ മുകേഷ്.